ഹലോ. ഈ വർഷം നമ്മുടെ റംബൂട്ടാൻ പഴം നിറയെ പിടിച്ചിട്ടുണ്ട്. പതിയെ അത് പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. മുഴുവനായി പഴുത്തു തുടങ്ങിയിട്ടില്ല. ഏതായാലും വലയിട്ടിട്ടില്ല. പക്ഷികൾ കുറച്ച് തിന്നു പോകുന്നു എന്നുള്ളതല്ലാതെ ഞരിച്ചീറിൻ്റെയും വവ്വാലിൻ്റെയും ശല്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് വലയിട്ടിട്ടില്ല. നന്നായിട്ട് പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. N18 ഇനത്തിൽപ്പെട്ട റംബൂട്ടാനാണ്. നല്ല സ്വീറ്റായ പഴമാണ്. നിറയെ പഴങ്ങളുണ്ട്. വലിയ കായ്കളാണ്. പഴുത്ത് കഴിഞ്ഞാൽ നല്ല ഡീപ്പ് റെഡായിട്ടുള്ള ഇതുണ്ട്. ഡീപ്പ് റെഡായിട്ടുള്ള കളറിലേക്ക് മാറും. നല്ല സ്വീറ്റാണ്. ഒരു 5-6 വർഷം പഴക്കമുള്ള വലിയ മരമാണ്. അതുകൊണ്ട് ധാരാളം കായ പിടിച്ചിട്ടുണ്ട്. ആദ്യം പഴുത്ത കുറച്ച് കായ്കൾ നല്ല റെഡ് കളർ വന്നതും മാത്രമായി ഇന്നൊന്ന് ഹാർവെസ്റ്റ് ചെയ്തു. അത് ഞാൻ കാണിച്ചു തരാം. ഹാർവെസ്റ്റ് ജലാംശം ഉള്ളതുകൊണ്ട് മഴ പെയ്ത് ജലാംശം ഉള്ളതുകൊണ്ട് ജലാംശം ഉള്ളപ്പം പെട്ടെന്ന് അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പതുക്കെ വെയിലത്തിട്ടൊന്ന് ജലാംശം മാറുന്നതിന് വേണ്ടിയിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. 1 മണിക്കൂർ ജസ്റ്റ് ഒന്ന് വെയിൽ കൊള്ളിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. കാരണം 2 ദിവസമൊക്കെ ജലാംശം ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തെ തൊലിക്ക് കറുത്ത നിറം വന്നിട്ട് അത് ചീത്തയായി പോകും. ഇതിപ്പോൾ നല്ല റെഡ് കളറാണ്, ആണല്ലോ. നല്ല റെഡിഷ് കളറാണ്. അത് ജലാംശത്തോടു കൂടി നമ്മൾ പാത്രത്തിൽ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കറുത്ത് അത് ചീത്തയാവും. ജലാംശം പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ 4-5 ദിവസം നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. ആദ്യത്തെ കളക്ഷന് പാക്ക് ചെയ്തിട്ട് വലിയൊരു പഠിക്കുന്ന മോന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാർവെസ്റ്റിംഗാണ് നടത്തിയത്. ഇനി ധാരാളം പഴം പറിച്ചെടുക്കുന്നതിന് ആയിട്ട് റെഡിയായി വരുന്നുണ്ട്. ഇവിടെ എനിക്ക് ഒരു കാര്യമേ സൂചിപ്പിക്കാനുള്ളൂ. നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി ഒരു മരം, അത് കഴിവതും ഗ്രാഫ്റ്റഡ് ഇനത്തിൽപ്പെട്ട C18 പോലെയുള്ള നല്ല ഇനം ഒരു മരം വയ്ക്കുക. അത് പ്രൂൺ ചെയ്തൊക്കെ വൃത്തിയായിട്ട് നമുക്ക് തന്നെ പറിച്ചെടുക്കാവുന്ന ഉയരത്തിൽ വളർത്തി പ്രൂൺ ചെയ്ത് നിയന്ത്രിതമായി എടുക്കുക. നമ്മളുടെ ആവശ്യത്തിന്. ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവരെ വിട്ടേക്കുക. കാരണം അങ്ങനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് അഥവാ വിപണി സാധ്യത കൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കിവിടെ കൃത്യമായി വിപണി കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. 400 രൂപ പുറത്ത് മാർക്കറ്റിലുള്ളപ്പോൾ നമുക്ക് ഒരു മരത്തിലെ മുഴുവൻ സാധനം പറിച്ചുകൊണ്ട് പോകുമ്പം 1000 രൂപ പോലും തരാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംവിധാനമാണുള്ളത്. അതുകൊണ്ട് അങ്ങനെ വ്യാവസായിക കൃഷി ചെയ്യുന്നവരെ ഒരു വിപണി സൗകര്യം ലഭ്യമാണോ എന്ന് ചിന്തിച്ചതിന് ശേഷം അതിനെ മുതിരുക. അല്ലാത്ത കേസിൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മരം വൃത്തിയായിട്ട് പ്രൂൺ ചെയ്ത് വലിയ ഹൈറ്റിൽ പോകാതെ സൂക്ഷിച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഇഷ്ടംപോലെ പഴം പറിച്ച് കഴിക്കുന്നതിന് പറ്റും. അഥവാ വവ്വാലിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ചെറിയ രീതിയിലൊന്ന് കവർ ചെയ്യണമെങ്കിലും ചെറിയ മരമാണെങ്കിലും നമുക്കത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. എന്തായാലും ഇത് കഴിഞ്ഞ 3-4 വർഷമായിട്ട് നല്ല രീതിയിൽ കാഫലം തരുന്ന ഒരു മരമാണ്. ഈ വർഷം ഇനിയും പൂർണ്ണമായും പറിച്ചതിന് ശേഷം, കഴിഞ്ഞ വർഷവും നമ്മൾ പ്രൂൺ ചെയ്തിരുന്നു. ഈ വർഷം കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള പ്രൂണിങ് വേണം. കാരണം മരത്തിന് നല്ല ഒരു 20 അടിയോളം ഉയരം വന്നിട്ടുണ്ട്. ഒന്ന് പ്രൂൺ ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കി നിർത്തിയിട്ട്
അടുത്ത വർഷത്തേക്ക് തയ്യാറാക്കാമെന്നാണ് വിചാരിക്കുന്നത്. താങ്ക് യു.